ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പെന്തക്കോസ്ത് ഞായർ. ഇന്ന് പരിശുദ്ധ പെന്തക്കോസ്ത് ഞായറാഴ്ചയിലെ വായനയോടെ ഒരു സഞ്ചാരം നടത്താമെന്ന് കരുതുകയാണ്. 1 പുറപ്പാട് 19:1 മുതൽ ദൈവജനം അടിമ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സീൻ മരുഭൂമിയിലെത്തുന്നു. കഴുകൻ ചെറുകന്മേൽ തൻ്റെ കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്നത് പോലെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് തൻ്റെ ജനത്തെ കരുതലോടും കരുണയോടും വഹിക്കുകയായിരുന്നു. ആ കരുതൽ, ആ പരിപാലനം, ഇവയെല്ലാം ജനങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ മോശയോട് ദൈവം കൽപ്പിക്കുന്നു. അതിനുശേഷം അവരുമായി ഉടമ്പടി വയ്ക്കുന്നുണ്ട്. പലപ്പോഴും നാം കടന്നു വന്ന വഴികളിലുണ്ടായ ദൈവിക കരുതലിനെയും സംരക്ഷണത്തെയും നാം ഓർക്കാറില്ല, നന്ദി പറയാറില്ല. ദൈവഹിതം അനുസരിച്ച് നാം ജീവിക്കണം. ജീവിക്കാത്തത് നന്ദികേടാണ്, അത് മറന്നു പോകരുത്. 2 സംഖ്യാപുസ്തകം 16:17 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ജനത്തിൻ്റെ ബാഹുല്യം നിമിത്തം മോശയ്ക്ക് തന്നെ കാര്യനിർവഹണത്തിന് കഴിയാതെ വരുന്നു. സർവ്വഗോത്രങ്ങളിൽ നിന്നും 70 പേരെ തിരഞ്ഞെടുക്കുവാൻ മോശയോട് കൽപ്പിക്കുന്നുണ്ട്. അവർക്ക് ആത്മാവിനെ കൊടുക്കുന്നു. മോശന്മേലുള്ള ആത്മാവിൽ പകുതി എടുത്താണ് അവർക്ക് കൊടുക്കുന്നത്. മോശയുടെ പിൻഗാമിയായ യോശുവയെ വാഴിക്കുമ്പോഴും ഈ പ്രക്രിയ തന്നെ നടക്കുന്നുണ്ട്. മോശയുടെ ആത്മാവിൽ പകുതി എടുത്ത് യോശുവയ്ക്ക് കൊടുക്കുവാൻ പറയുന്നു. ദൈവത്തിൽ നിന്ന് ബാക്കി പകുതി ലഭിക്കുന്നു. പക്ഷേ ഇതുകൊണ്ട് മോശയ്ക്ക് കുറവ് സംഭവിക്കുന്നില്ല എന്നതാണ് മഹത്വം. നൽവരങ്ങൾ, പ്രത്യേകിച്ച് പൗരോഹിത്യ നൽവരം കൊടുക്കുന്നത് ഈ രീതിയിലാണ്. അതുകൊണ്ടാണ് കൊടുക്കുന്നവനും വാങ്ങുന്നവരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത്. എന്താണ് കയ്യിലുള്ളതെന്ന് കൊടുക്കുന്നവരും എന്താണ് വാങ്ങുന്നതെന്ന് പ്രാപിക്കുന്നവരും ഓർത്തിരിക്കുക. കലപ്പയ്ക്ക് കൈവച്ച് ആരും തിരിഞ്ഞു നോക്കരുത്, അത് അപകടം വരുത്തി വയ്ക്കും. 3 സദൃശവാക്യങ്ങൾ 4:18 മുതലുള്ള വാക്യങ്ങൾ. നീതിമാൻ്റെ പാത പ്രകാശത്തിലേക്കും ദുഷ്ടൻ്റെ പാത അന്ധകാരത്തിലേക്കും നയിക്കപ്പെടുമെന്ന് സദൃശവാക്യക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അന്ധകാരത്തിലാണ് നിക്കോദീമോസ് കർത്താവിനെ കാണുവാൻ വന്നതെങ്കിലും അവൻ കൂടുതൽ പ്രകാശിതരാകുന്നു. കബറടക്ക ശുശ്രൂഷയോളം ആ പ്രകാശത്തിൻ്റെ വളർച്ചയെത്തുന്നു. യൂദ പ്രകാശത്തിൻ്റെ കൂടെ 3 വർഷം ഉണ്ടായിരുന്നു. പക്ഷേ അവന് ചാർച്ചയുണ്ടായിരുന്നത് അന്ധകാരവുമായിട്ടായിരുന്നു. അവൻ അന്ധകാരത്തിലേക്ക് പോവുകയും ചെയ്തു. അതിനാൽ ദൈവകാര്യത്തിൽ ഇടപെടുന്നവർ സൂക്ഷിക്കണം. ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെടുവാൻ ഇടയാകരുത്. 4 2 രാജാക്കന്മാർ 2:13-17 വരെ. ഏലിയായെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കുകയാണ് ദൈവം തമ്പുരാൻ. പ്രിയ ശിഷ്യനായ എലീശായ്ക്ക് ലഭിച്ചത് ഗുരുവിൻ്റെ പുതപ്പ് മാത്രം. അതുകൊണ്ട് അവൻ വൻ കാര്യങ്ങളെ ചെയ്യുന്നു. തിരുശേഷിപ്പിൻ്റെ മഹാത്മ്യം ഇവിടെ നമുക്ക് കാണാം. കേൾക്കുന്നവർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടെ പറയട്ടെ. എലീശായുടെ ശിഷ്യനായിരുന്നു ഗേഹാസി. അവൻ ധനമോഹിയും ദുർലാഭമോഹിയും സ്ഥാനമോഹിയുമായിരുന്നു. ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? ഗുരുത്വം വിറ്റ അപ്പം തിന്നവൻ. അവന് ലഭിച്ചത് നയവാൻ്റെ കുഷ്ഠം. ദൈവീക ശുശ്രൂഷയ്ക്ക് അടുക്കുന്ന ആത്മീയ പ്രവർത്തകരും കമ്മിറ്റിയും മുതൽ മുകളിലോട്ടുള്ളവരും മധുഹാ ശുശ്രൂഷകർ മുതൽ പൗരോഹിത്യത്തിൻ്റെ ശ്രേണിയുള്ള എല്ലാവരും ഇത് മറന്നു പോകാതെ ഓർത്തിരിക്കുക. 5 ദാനിയേൽ 5:7 തൊട്ടുള്ള വാക്യങ്ങൾ. ബെൽസസർ രാജാവ് ഒരു ദർശനം കണ്ടു. ആ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവർക്ക് രാജ്യത്തിൻ്റെ 1/3 വരെ കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചു. പലരും വന്നു, വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല. പക്ഷേ രാജ്ഞി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് രാജാവിന്. അവിടെ മുമ്പുണ്ടായിരുന്ന ഒരു ദൈവിക ജ്ഞാനമുള്ള, ദൈവത്തിൻ്റെ ആത്മാവുള്ള ദാനിയേലിനെ കുറിച്ച്. ദാനിയേൽ രാജസന്നിധിയിൽ വന്നു. അർത്ഥം ബോധിപ്പിക്കുന്നതാണ് നാം കാണുന്നത്. ഇസ്രായേലിൽ ആഹാബിൻ്റെ കാലത്ത് 101 പ്രവാചകന്മാർ ഉണ്ടായിട്ടും മീഖായ്ക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ ദൈവത്തിൻ്റെ പദ്ധതിയും പളാനും. മറ്റുള്ളവർ പറഞ്ഞിരുന്നത് മീഖ പിച്ചും പേയും പറയുന്നവരാണെന്നാണ്. പക്ഷേ മീഖായുടെ വാക്കുകൾ 100% അന്വർത്ഥമാകുന്നു. വിശുദ്ധ പെന്തക്കോസ്തിൽ ഓരോരുത്തരും ജ്ഞാനം കൊണ്ട് നിറയട്ടെ. അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകട്ടെ. അതിനുവേണ്ടി മുട്ടിപ്പായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. 6 ഏഷ്യ 42:6 മുതൽ.
തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്ന ദൈവിക ശബ്ദം നമുക്ക് കേൾക്കാം. ദൈവിക ജ്ഞാനം നമ്മെ നയിച്ചു നടത്തട്ടെ. 7 ഉൽപ്പത്തി 11:1 മുതൽ ബാബേൽ കോട്ടയുടെ നിർമ്മിതിയാണ്. തൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പണിയുവാൻ ഉദ്ദേശിച്ച് പൂർത്തീകരിക്കുവാൻ പറ്റുമെന്ന് ദൈവം കാണുന്നു. ദൈവമല്ല, ദൈവത്തിൻ്റെ ഛായയാണ് മനുഷ്യനെന്ന് ഓർക്കണം. ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ പണി തുടങ്ങരുതായിരുന്നു. അതുതന്നെയാണ് ഇന്ന് നാം സമൂഹത്തിലും കുടുംബത്തിലും കാണുന്നത്. തൻ്റെ സ്ഥാനം മറന്നു പോകുന്ന മനുഷ്യൻ്റെ പൂർവിക ജന്മം ഇന്ന് സജീവമാണ്. 8 യോവേൽ 2:25 മുതൽ പെന്തക്കോസ്തിയിലെ സംഭവത്തെക്കുറിച്ചുള്ള വിശദീകരണം, മുന്നറിയിപ്പ് അല്ലെങ്കിൽ പ്രവചനം. തൻ്റെ ജനത്തോടൊപ്പം ഉണ്ടാവും എന്ന പരിചയപ്പെടുത്തലും തൻ്റെ ആത്മാവിന് കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലും അവിടെ നമുക്ക് കാണാം. ആ ആശ്വാസം നമ്മളിൽ ഓരോരുത്തരിലും ദൈവം സമൃദ്ധിയായി നൽകട്ടെ. അതിനായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 9:1 ശമൂവേൽ 10:9 മുതൽ അഭിഷേകതൈലം കൊണ്ട് ശമൂവേൽ ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായ ശൗലിനെ അഭിഷേകം ചെയ്യുന്നു. അവൻ്റെ മേൽ ദൈവാത്മാവ് ശക്തിയോടെ വരുന്നത് നാം വായിക്കുന്നുണ്ട്. ശൗലും പ്രവാചകണത്തിലുണ്ടോ എന്ന പഴഞ്ചൊല്ല് രൂപപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു. പക്ഷേ വാഴിച്ചവനെയും വിളിച്ചവനെയും മറന്ന ശൗൽ അശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമായി തീർന്നു. അവൻ കാട്ടിക്കൂട്ടുന്നതും പറഞ്ഞതുമെല്ലാം അവന് തന്നെ വിനയായി തീരുകയും ചെയ്തു. 10 അപ്പോസ്തലപ്രവൃത്തി 2:1 മുതൽ ഉൽപ്പത്തി 11 ഭാഷ കലങ്ങിയ കാര്യം പറയുന്നു. ഇവിടെ ഭാഷകളുടെ ഏകീകരണം നടക്കുന്നു. 28 ഭാഷക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നു. അവർ സംസാരിച്ച സ്വന്തം ഭാഷയിലാണെങ്കിലും മറ്റുള്ളവർക്കത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. അത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അത് നമ്മിലും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും സമൃദ്ധിയായി തന്നെ ഉണ്ടാവട്ടെ. 1 കൊരിന്ത്യർ 12:1 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ കർത്തൃഗാത്രത്തെക്കുറിച്ച്, അതായത് കർത്താവിൻ്റെ ശരീരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുന്നു. ഓരോ വ്യത്യസ്ത അവയവത്തിനും അതിൻ്റേതായ ജോലികളുണ്ടെന്ന് പറയുന്നു. ഒരവയവത്തിനും മറ്റൊന്നിനെ ആവശ്യമില്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. അതുപോലെയാണ് കർത്താവിൻ്റെ ശരീരമാവുന്ന സഭയിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന കർത്തൃഗാത്രത്തിലെ ചുമതലകൾ നിർവഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിച്ച് കാക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ 15 മുന്തിരിവള്ളിയുടെ ഊമയിലും കർത്തൃഗാത്രത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഫലം കായ്ക്കാത്തതിനെ വെട്ടിയെടുത്ത് തീച്ചുളയിലിട്ട് ചുട്ടുകളയുമെന്നും ഫലം കായ്ക്കുന്നതിന് കൂടുതൽ ഫലം കായ്ക്കുന്നതിന് വേണ്ടി ചെത്തിവെടിപ്പാക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്നു. ചെത്തിവെടിപ്പാക്കലിന് വിധേയരായി നല്ല മക്കളായി ജീവിപ്പാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവോട് ജീവിക്കുവാൻ ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവം